ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നവീൻ റോയ്. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ BBA LLB 4th ഇയറാണ് പഠിക്കുന്നത്. എൻ്റെ ലൈഫിലുള്ള ഒരു കുഞ്ഞ് ഗോഡ് എക്സ്പീരിയൻസിനേക്കാളും എൻ്റെ ജീവിതത്തിൽ ഈശോ പല ദൈവാനുഭവങ്ങളോട് തന്നൊരു ബോധ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വളർന്നു വന്നൊക്കെ പാലക്കാടാണ്. പാലക്കാട് രൂപതാംഗമാണ്. എൻ്റെ ഇടവപ്പള്ളിയുടെ പേര് ഹോളി ക്രോസ് ചർച്ച് പുലാപ്പറ്റ എന്നാണ്. എനിക്ക് ചെറുപ്പം തൊട്ട് പള്ളിയോടും പള്ളിയുടെ ആക്ടിവിറ്റീസിനോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് കൂതാശകളോട്, പ്രത്യേകിച്ച് എൻ്റെ ആതിർവാന സ്വീകരണത്തിനൊക്കെ ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഒരുങ്ങിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ട് പ്രത്യേകിച്ച് എൻ്റെ ആതിർവാന സ്വീകരണത്തിന് ശേഷമുള്ള സമയം തൊട്ട് പള്ളിയുടെ പ്രവർത്തനങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പള്ളിയുടെ ഒരു ആന്തരിക ജീവിതത്തോട്, പ്രത്യേകിച്ച് കൂതാശകൾ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്നും കുർബാനയ്ക്ക് പോകുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ 8th ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഉള്ളിൽ നിന്ന് പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ വിഷയം ഞാനിങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ആക്ച്വലി എനിക്കത് അന്നത് എന്തിനാണ് ചെയ്യുന്നത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമായിരുന്നേ. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ അച്ഛന്മാരുടെ ടോക്കൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻസ്പയർ ആയിട്ട് ഞാനിങ്ങനെ അത് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കാര്യമാണ് എന്നുള്ളൊരു ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ കയറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനെങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഒരു രൂപതയോടൊക്കെ ഞാൻ ചേർന്ന് ഇടവകളൊക്കെ ചേർന്നാണ് വളർന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പള്ളിയിലെ കോമ്പറ്റീഷൻസ്, അതുപോലെ പള്ളിയിൽ പിള്ളേരോടൊപ്പം പോകാൻ പറ്റുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് അൾത്താരയുള്ള ശുശ്രൂഷ, അതൊക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥനയോടെയൊക്കെ ചെയ്തിരുന്നു. അത് എന്താ പറയുക, ഭയങ്കര സ്നേഹത്തോടുകൂടി ചെയ്തിരുന്നു. അങ്ങനെയാണ് എൻ്റെ 10th ശേഷം എൻ്റെ രൂപതയിൽ, പാലക്കാട് രൂപതയിൽ സ്റ്റാർസ് എന്ന് പറയുന്ന ഞങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്. സാൻജോ ട്രെയിനിങ് അക്കാഡമി ഫോർ റിസോഴ്സ്ഫുൾ സ്റ്റുഡൻസ് എന്നാണ്. അപ്പം ഞങ്ങളുടെ രൂപതയിൽ 7th കുട്ടികളെ സെലക്ട് ചെയ്ത് കുറച്ചുകൂടി ഒരു തീവ്രമായ പരിശീലനമൊക്കെ തരാൻ, അൽമായർക്ക് പരിശീലനം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഫാമിലിയിലെ അംഗമായിരുന്നു ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് തൊട്ട്. അപ്പോൾ 10th ശേഷം +1 +2 അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. സ്റ്റാർസിൽ ഞങ്ങൾക്കൊരു ഹൗസ് ഉണ്ട്. അപ്പോൾ ആ ഹൗസിൽ നിന്നാണ് പഠിച്ചത്. അപ്പോഴാണ് ഞാൻ കുറേയും കൂടി ആക്ച്വലി എൻ്റെ ഒരു തിരുസഭാ സ്നേഹം അല്ലെങ്കിൽ കൂതാശകളോടുള്ള സ്നേഹമൊക്കെ ഭയങ്കര കൂടുതലാവാനായിട്ട് തുടങ്ങിയത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ, ബഹുമാനപ്പെട്ട അരുൺ കലമറ്റത്തിലച്ഛൻ ഇങ്ങനെ ടോക്സ് ഒക്കെ തരുന്ന സമയത്ത് സഭയെക്കുറിച്ചും അതുപോലെ അങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അച്ഛനിങ്ങനെ ഒത്തിരി ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഉള്ളിൽ സഭയോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം ഇങ്ങനെ വളർന്നു വരാനായിട്ട് തുടങ്ങി. ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ഒക്കെ നമ്മൾ വിചാരിക്കും, നമുക്ക് ഈശോനെ സ്നേഹിച്ചാൽ പോരെ, എന്തിനാണ് സഭ അല്ലെങ്കിൽ നമ്മുടെ ഇടവപ്പള്ളി ഇതിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ ആ ഒരു ഏജിലും എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില സമയത്തൊക്കെയാണല്ലോ നമ്മുടെ സ്പിരിച്വാലിറ്റി ഭയങ്കരമായിട്ട് ആ രീതിയിലേക്ക് അങ്ങ് പോകും. ഈശോ മാത്രം മതി. അപ്പം ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അത് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ സഭയോടുള്ള സ്നേഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഒരു കൺസേൺസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ എൻ്റെ ജീവിതത്തിൽ, സ്റ്റാർസിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് കർത്താവിൻ്റെ സഭയോടുള്ള വളരെ ശരിയായിട്ടുള്ള ഒരു സ്നേഹം. പ്രോപ്പർലി എങ്ങനെയാണ് ഈശോനെ സ്നേഹിക്കുമ്പോൾ സഭ എത്രമാത്രം പ്രധാനപ്പെട്ടതാവുന്നുള്ള ഒരു ബോധ്യം. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, പലപ്പോഴും സഭയെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുമ്പോൾ അതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംവിധാനം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും. പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു ഫോർമേഷനൊക്കെ ശേഷം എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭ ഈശോയുടെ ശരീരമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ എന്താ പറയുക, സഹോദരങ്ങളായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്നൊക്കെ പൗലോസ്ലീഹ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലേഖനങ്ങളിലൊക്കെ എടുത്തു വരും. പ്രത്യേകിച്ച് നമ്മുടെ കല്യാണത്തിൻ്റെ സുവിശേഷ വായനയിലൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ഒക്കെ എക്സാമ്പിൾ പറയാനായിട്ട് ഉപയോഗിക്കുന്നത് സഭയും ഈശോയും തമ്മിലുള്ള ബന്ധം. അത്രമാത്രം ഈശോയും സഭയും ചേർന്നിരിക്കുന്നു. നമ്മൾ ആ സഭയിൽ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായിരിക്കുന്നു. ആദ്യം ഇതൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ നമ്മൾ സഭയെ ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി പ്രാർത്ഥിക്കാനും അതുപോലെ കൂതാശകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങിയപ്പം അത് പതിയെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു വന്നു. പ്രത്യേകിച്ച് മാമോദിസയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയായിരുന്നു, നമ്മൾ മാമോദിസേനെ ഒരു സഭയിലേക്കുള്ള എൻട്രൻസ് പോലെയൊക്കെ നമ്മൾ കരുതുമായിരുന്നു. ശരിയാണ്. പക്ഷെ ആ എൻട്രൻസ് എത്ര രാജകീയമായിട്ടുള്ളൊരു പ്രവേശനമാണ് ഈശോ നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് ഈശോയുടെ ശരീരത്തിലെ ഒരു അവയവം എന്ന രീതിയിൽ നമ്മളെ ആക്കി തീർക്കുന്നു. കർത്താവിന് നമുക്ക് നേടുന്ന രക്ഷ അതിൽ നമ്മൾ പങ്കുചേരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയതുകൊണ്ട് എനിക്ക് സഭയെ ഭയങ്കരമായിട്ട് സഭയെ സ്നേഹിച്ചു തുടങ്ങി. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു വാക്യമുണ്ട്, സെയിൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ലയോള പറയുന്നൊരു കാര്യമുണ്ട്, സെന്തീരെ cum ecclesia അല്ലെങ്കിൽ ഫീൽ വിത്ത് ദ ചർച്ച്, തിങ്ക് വിത്ത് ദ ചർച്ച് എന്ന് പറയും.
അതായത് സഭയോടൊത്ത് ചിന്തിക്കുക, സഭയോടൊത്ത് ഫീൽ ചെയ്യുക എന്നൊക്കെ പറയും. അപ്പം ഇത് ഞാൻ പിന്നീടാണ് കേൾക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു +2 ശേഷം ഞാൻ കുറേ കൂടി കൂടുതലായിട്ട് ഇങ്ങനെ സഭയെ സ്നേഹിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് കൂദാശകളോട്, പരിശുദ്ധ കുമ്പസാരത്തോട്, തിരുസഭയുടെ മറ്റ് പ്രവർത്തനങ്ങളോട്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോടൊക്കെ ഞാൻ കുറേ കൂടി ആഴത്തിൽ ഇങ്ങനെ പങ്കുകൊള്ളാനായിട്ട് പറ്റി. എനിക്ക് അതിനകത്ത് ഒരു ഉപമ പറയാനുള്ളത് നമ്മുടെ മുന്തിരിച്ചെടിയുടെ ശാഖകളുടെ ഉപമ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. ആദ്യമൊക്കെ ഈ ഉപമ പറഞ്ഞപ്പം കർത്താവിൽ നമ്മളിങ്ങനെ വസിക്കുന്നു എന്നൊരു സാധനമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ശരീരമാണ് സഭ എന്ന കാര്യം മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെ കർത്താവിൻ്റെ ഒപ്പമുള്ള ഒരു ഇൻഡ്വെല്ലിങ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അധിവസിക്കലിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു കൂദാശ തീയതി അല്ലെങ്കിൽ നമ്മളൊരു ചടങ്ങെന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഈശോടൊപ്പമുള്ളൊരു ജീവിതം, ഈശോയുടെ ശരീരത്തിലുള്ളൊരു ജീവിതം നമ്മൾ ആരംഭിക്കുകയാണെന്നുള്ളൊരു വലിയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വലിയൊരു ബോധ്യം, എൻ്റെ വിശ്വാസ ബോധ്യം എനിക്ക് ഈശോ തരാനായിട്ട് ഇടയായി ഈ പരിശീലനങ്ങളുടെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെ കുറേ കൂടി അങ്ങനെ മനസ്സിലാക്കി പരിശുദ്ധ കുർബാനേനെയൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ തുടങ്ങി. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്ന അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖകൾ പുറത്തറിയപ്പെടുമെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഈശോയുടെ ആകുന്ന തായ്തണ്ടിൽ നമ്മൾ വസിക്കണം എന്നുണ്ടെങ്കിൽ ആ തായ്തണ്ട് തരുന്ന രക്തവും അല്ലെങ്കിൽ ആ തായ്തണ്ട് തരുന്ന വളം അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ പോഷണം നമ്മൾ സ്വീകരിക്കണം. അപ്പം എന്നോട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ആ പോഷണം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ പാതയം, നമ്മുടെ ഈ വഴിയാത്രയിൽ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയാകുന്ന ഈശോയുടെ ശരീരത്തിൻ്റെ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ കർത്താവിലായിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ തന്നെ സ്വീകരിച്ചുകൊണ്ട്, ഈശോയെ തന്നെ പൂർണ്ണമായി ഉൾക്കൊണ്ടാണ് നമ്മൾ ഈശോയിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സഭയോടുള്ള സ്നേഹം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇതിങ്ങനെ മാത്രമല്ല റിഫ്ലക്ട് ചെയ്തത്, പ്രത്യേകിച്ച് സഭയുടെ ആരാധനാക്രമത്തിലൊക്കെ, ലിറ്റർജിയിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യാമപ്രാർത്ഥനകളിലൊക്കെ അതൊക്കെ ഞാനിങ്ങനെ ദിവസവും ചെല്ലാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒക്കെ നമുക്കുണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സഭയോടൊപ്പമുള്ളൊരു ജീവിതമാണ്. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് സീറോ മലബാർ ക്രമത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് 9 കാലങ്ങളുണ്ട് ആരാധനാക്രമ മത്സരത്തിൽ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ കാലത്തിലും നമ്മൾ മംഗളവാർത്ത കാലത്തിൽ തുടങ്ങി ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു ഈശോ ഭൂമിയിലേക്ക് വന്ന മനുഷ്യാവതാരം തൊട്ട് നമ്മൾ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സംഭവങ്ങൾ തൊട്ട് നമ്മളിങ്ങനെ ഓരോ കാലങ്ങളിൽ അനുസ്മരിച്ച് പ്രത്യേകിച്ച് ദിവസമുള്ള വായനകളിലൊക്കെ നമ്മളതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് പിന്നീട് ഉയർപ്പ് കാലത്തിന് ശേഷം പിന്നെ സഭയുടെ ജീവിതം, പ്രത്യേകിച്ച് പെന്തക്കോസ്ത്, അതിന് ശേഷം സ്ലീഹന്മാരുടെ കാലം, അങ്ങനെ ഓരോ കാലത്തിലും നമ്മളിങ്ങനെ ഓരോ വർഷവും നമ്മൾ ഈശോടൊപ്പം ഈശോ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പിന്നീട് ഈശോ അത് സഭയിലൂടെ തുടരുന്നതൊക്കെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിത് ഭയങ്കര ആക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കാനായിട്ട്, തിരുസഭയുടെ മറ്റ് ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട്, സഭയെ സ്നേഹിക്കാനായിട്ട്, മെത്രാന്മാരെ, വൈദികരെ, സിസ്റ്റേഴ്സിനെ, അൽമാരെ, അതുമാത്രമല്ല സഭയുടെ എല്ലാ മക്കളെയും സ്നേഹിക്കാനായിട്ടും സഭയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വളരാനായിട്ടൊക്കെ ഇടയായി. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയുമ്പം ഞാൻ കൊച്ചു സജഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്, നമ്മുടെ സ്പിരിച്വാലിറ്റീസ് ഒക്കെ ഈശോയിൽ മാത്രം അങ്ങനെ ഒതുങ്ങിപ്പോവാതെ അത് അവിടുന്ന് സഭയോടുള്ള സ്നേഹത്തിലേക്ക്, കാരണം ഈ സഭയെന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. കർത്താവ് ആഗ്രഹിച്ചതും കർത്താവ് സ്വപ്നം കണ്ടതും കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി ഭൂമി സ്ഥാപിച്ചിരിക്കുന്ന ഏക വഴിയാണ് സഭയെന്ന് പറയുന്നത്. അപ്പോൾ ആ സഭയിലേക്ക് നമ്മൾ കുറേയും കൂടി ചേർന്ന് നിൽക്കാനായിട്ട്, ഒബ്വിയസ്ലി നമ്മൾ പരിശുദ്ധ മാമോദീസയും അതുപോലെ വിശുദ്ധ കുർബാനയിലൂടെയൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നമ്മുടെ ബോധ്യത്തിൽ കൂടി അത് മനസ്സിലാക്കി കുറേയും കൂടി സഭയെ സ്നേഹിക്കാനായിട്ടും, എന്താ പറയുക, നമ്മളൊരു ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ ശരീരത്തിൽ ഒരു അവയവത്തിന് വേണ്ടി നമുക്കും വേദനിക്കണം. അങ്ങനെ ആ രീതിയിൽ സഭയോടൊപ്പം ഫീൽ ചെയ്യാനായിട്ട്, സെന്തിയരേക്കും എക്ലേസിയ അല്ലെങ്കിൽ സഭയോടൊപ്പം തിങ്ക് ചെയ്യാനായിട്ട്, ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.